തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കൊടിമര ചുവട്ടിൽ വെച്ച് ദേവസ്വം അധികൃതർ തങ്കയങ്കി ഏറ്റുവാങ്ങി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ തങ്കയങ്കി സ്വീകരിച്ച സോപാനത്തിലേക്ക് ആനയിക്കും. വലിയ തയ്യാറെടുപ്പുകളാണ് തങ്കയങ്കി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട സന്നിധാനത്ത് ഏർപ്പാടാക്കിയിട്ടുള്ളത്. 10-15 മണിക്കൂർ വരെ നീണ്ട ക്യൂ, അത്രയധികം ഭക്തർ സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുകയാണ്. കണ്ണൻ, തങ്കയങ്കി ഘോഷയാത്ര എവിടേക്ക് എത്തി? 6:35 കൂടിയാണ് ദീപാരാധന നടക്കേണ്ടത്. സോപാനത്തിലേക്ക് എത്തിയോ? സോപാനത്തിലേക്ക് എത്തുന്നു. 18-ാം പടിക്ക് താഴെ തിരുമുറ്റത്തേക്ക് ഇപ്പോൾ തങ്കയങ്കി ഘോഷയാത്ര എത്തുകയാണ്. അല്പസമയത്തുള്ളിൽ തന്നെ 18 മണി കടന്ന് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തും. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഈ ഭക്തന്മാരെല്ലാം തന്നെ കാത്തിരിക്കുന്നത്. തങ്കയങ്കി ചാർത്തി അയ്യപ്പനെ ഒരു നോക്ക് കാണുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി 41 ദിവസം വ്രതമെടുത്ത് നിൽക്കുന്ന ആ ഭക്തന്മാരാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എല്ലാം സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശർമ്മ മന്ത്രങ്ങൾ മാത്രം മുഴങ്ങുന്ന ഒരു അന്തരീക്ഷം. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പലതരത്തിലുള്ള തിരക്കുകളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ റോഡിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പല അയ്യപ്പന്മാരെയും റോഡിൽ തടഞ്ഞു നിർത്തേണ്ട സാഹചര്യം ഉണ്ടായി. പല ആൾക്കാരും 10-15 മണിക്കൂർ ക്യൂ നിന്ന ശേഷമാണ് സന്നിധാനത്തേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴൊന്നും അവർക്കൊന്നും ഇപ്പോൾ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല, പ്രശ്നങ്ങളും ഇല്ല. അവരുടെ ഒരേ ഒരു ലക്ഷ്യം തങ്കയങ്കി ചാർത്തിയ അയ്യപ്പനെ കാണുക എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ദീപട്ടി ആയി ഇപ്പോൾ തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കാൻ പോയ ആദ്യ സംഘം മുന്നോട്ട് വരുന്നതാണ്. അതിപ്പോൾ 18-ാം പടിക്ക് താഴെയുള്ള ആൽമര ചൂട്ടിലേക്ക് ദീപട്ടിയുമായിട്ടുള്ള ദീപങ്ങളുമായി എത്തുന്ന ആൾക്കാർ എത്തുന്നു. തൊട്ടു പിന്നാലെയാണ് തങ്കയങ്കിയുമായി ഇപ്പോൾ ഭക്തന്മാരെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത്. താഴെ നമുക്ക് കാണാൻ സാധിക്കും വലിയ തിരക്കുണ്ട്. വലിയ രീതിയിലുള്ള തിരക്കുണ്ട്. അവരെല്ലാവരും ആ തങ്കയങ്കിയെ ഒന്ന് തൊട്ട് തൊടാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് അതിന് മുന്നിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയൊക്കെ തന്നെ കാത്തിരിക്കുന്ന ഒട്ടേറെ പോലീസ് അയ്യപ്പന്മാരെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. കാര്യം നേരത്തെ എഡിജിപി പറഞ്ഞതുപോലെ വലിയ തിരക്ക് കാണുന്നുണ്ട്. അത് ഒരു കാരണവശാലും ആ തിരക്ക് അനിയന്ത്രിതമായി പോകരുത്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ പോലീസ് അയ്യപ്പന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ താഴെ തിരുമുറ്റത്തേക്ക് തങ്കയങ്കി ഘോഷയാത്ര എത്തുകയാണ്. അത് നേരെ നടന്ന് 18-ാം പടിയിലേക്കാണ് എത്തുന്നത്. 18-ാം പടി ചവിട്ടി നേരെ ശ്രീകോവിലേക്ക് സോപാനത്തിലേക്ക് തങ്കയങ്കി എത്തിക്കും. അവിടെ വെച്ച് തന്ത്രിയിൽ മേൽശാന്തിയിൽ ചേർന്ന് ഈ തങ്കയങ്കിയെ സ്വീകരിക്കും. ശരി, ഞാൻ കണ്ണനിലേക്ക് തിരികെ വരാം. ഇപ്പോൾ താഴെ തിരുമുറ്റത്തേക്ക് തങ്കയങ്കി ഘോഷയാത്ര എത്തുകയാണ്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. നിലവിളക്കിന് മുന്നിൽ ഒട്ടേറെ ഭക്തന്മാർ കാത്തിരിക്കുകയാണ്. 18-ാം പടി കടന്നു വരുന്ന ആ തങ്കയങ്കി ഒന്ന് കാണാൻ വേണ്ടി, തങ്കയങ്കിയെ ഒന്ന് തൊട്ട് തൊടാൻ വേണ്ടി ഉള്ള ഒരു കാത്തിരിപ്പിലാണ് ഭക്തന്മാരെല്ലാം തന്നെ ഉള്ളത്. ആ തങ്കയങ്കി ഘോഷയാത്ര ഇപ്പോൾ 18-ാം പടിക്ക് മുന്നിലേക്ക് വരുന്ന ഒരു കാഴ്ച എത്ര നയന മനോഹരമായ, എത്ര ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ആ കാഴ്ച കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിന് വേണ്ടി, ആ പ്രാർത്ഥനാപൂർവ്വം എത്രയോ ദിവസങ്ങൾ മാലയിട്ട് വ്രതമെടുത്ത് ഒപ്പം തന്നെ പാദരക്ഷകൾ ധരിക്കാതെ ഒക്കെ തന്നെ ആ ഭക്തന്മാരൊക്കെ തന്നെ കാത്ത് ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു.
സമാഗമമാകുന്നു. ആ ഒരു നിമിഷം സമാഗമമാകുന്നു. അവർക്ക് അവരുടെ ഏറ്റവും ജീവിതത്തിലെ അല്ലെങ്കിൽ ഈ ഒരു മണ്ഡല കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തേക്ക് അല്ലെങ്കിൽ ആ ദീപാരാധന സമയത്തേക്കാണ് ഭക്തന്മാരെല്ലാം തന്നെ പോകുന്നത്. അല്പസമയത്തിനുള്ളിൽ തങ്കിയങ്കി ശ്രീകോവിലിനുള്ളിലേക്ക് എത്തും. ശ്രീകോവിലിനുള്ളിൽ തന്ത്രിയും മേൽശാന്തിയും ചേർന്നാണ് തങ്കിയങ്കിയെ സ്വീകരിക്കുന്നത്. ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും 3 ദിവസം മുമ്പ് യാത്ര തിരിച്ചതാണ്. പല സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പല ക്ഷേത്രങ്ങളിൽ തങ്കിയങ്കി എത്തിച്ച് അവിടെ വരുന്ന ഭക്തന്മാർക്കൊക്കെ തന്നെ ഈ തങ്കിയങ്കി കാണാൻ വേണ്ടിയുള്ള ഒരു അവസരം ഒരുക്കി. അതിനുശേഷമാണ് ഈ സന്ധ്യാവേളയിൽ തിരുവാഭരണ തങ്കിയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യം തങ്കിയങ്കി സ്വീകരിക്കാനായി തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് നിയോഗിച്ച ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ മറ്റ് പോലീസ് അയ്യപ്പന്മാർ, മറ്റ് വകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അയ്യപ്പസേവാ സംഘം ഭാരവാഹികളടക്കമുള്ള ആൾക്കാരൊക്കെ തന്നെ ശരംകുത്തിയിലേക്ക് പോയിരുന്നു. ശരംകുത്തിയിൽ നിന്ന് തിരുവാഭരണം ഈ തങ്കിയങ്കി ഘോഷയാത്രയെ സ്വീകരിച്ച് അവർ മുകളിലേക്ക് എത്തിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇപ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രങ്ങൾ മാത്രം മുഴങ്ങുന്ന എല്ലാവരുടെയും കണ്ണുകൾ ആ കിഴക്കോട്ടാണ്. ആ കിഴക്ക് ആ തങ്കിയങ്കിയുമായിട്ടുള്ള വേളകം മുകളിലേക്ക് കയറി വരുന്ന കാഴ്ച കാണാൻ വേണ്ടി ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു കാഴ്ച പ്രസാദമായ ഒരു അന്തരീക്ഷം ശ്രീകോവിൽ നട അടച്ചിരിക്കുന്ന അവസ്ഥയാണ്. ആ സമയത്തായിരിക്കും തങ്കിയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ പ്രാർത്ഥിക്കുക. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ. ഈ മേൽശാന്തിയെ കുറിച്ച് പറയുമ്പോൾ മേൽശാന്തിക്കും ഉണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാര്യം ഇങ്ങനെ അയ്യപ്പനെ സേവിക്കാൻ, ഒരു വർഷം അവിടെ നിന്ന് സേവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണെന്ന് വിശ്വാസികൾ കരുതുന്നു. പക്ഷേ തങ്കിയങ്കി ചാർത്തിക്കാനുള്ള അവസരം ഉണ്ടാകുക, മകരവിളക്ക് സമയത്താണെങ്കിൽ തിരുവാഭരണം ചാർത്തിക്കാനുള്ള അവസരം ഉണ്ടാകുക, അങ്ങനെ ഉള്ള ഒരു അവസരങ്ങൾ ഒക്കെ ഒത്തുവരുന്ന ഒരു മേൽശാന്തി. അദ്ദേഹവും ജീവിതത്തിൽ ഏറ്റവും പുണ്യമായ ഒരു ദിനമായിട്ടായിരിക്കും ഇതിനെ കാണുന്നത്. ഇപ്പോൾ തങ്കിയങ്കി ക്ഷേത്രത്തിനുള്ളിൽ ശ്രീകോവിലിനുള്ളിലേക്ക് കടന്നിരിക്കുന്നു. ഇനി കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാണ്. ആ നിമിഷങ്ങൾ എണ്ണി ഭക്തർ സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ തിരക്കുണ്ട്. പക്ഷേ ആ തിരക്കോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ ഭക്തന്മാരുടെ മനസ്സിലില്ല, അവരുടെ ശരീരത്തിലില്ല. ആ ക്ഷീണമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ കാണില്ല. കേട്ടില്ല, ഇതാണ് സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ശരണമന്ത്രം മാത്രം മുഴങ്ങിയും ആ 18 മലകൾക്കും മുകളിലേക്ക് ആ ശരണം വിളികളുടെ ആ ഒരു ധ്വനി എത്തുകയും ചെയ്യുന്ന ഒരു നിമിഷമാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി ഈ തങ്കിയങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓരോ ഭക്തന്മാരും ഉള്ളത്. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നു. തങ്കയങ്കി സ്വീകരിച്ച് മേൽശാന്തിയും തന്ത്രിയും അടക്കം സ്വീകരിച്ച് ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന 6:35 ദീപാരാധന ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയുന്ന വിവരങ്ങൾ. അതിനുശേഷം തങ്കയങ്കി ചാർത്തിയുള്ള ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഭക്തർ. ശേഷം പ്രസാദ വിതരണവും ഉണ്ടാകും.
നാൾ മുൻപാണ് തങ്കയങ്കി രഥയാത്ര പുറപ്പെടുന്നത്. അത് വിവിധ പ്രദേശങ്ങളിൽ കോഴഞ്ചേരി, നിലന്തൂരും പത്തനംതിട്ടയും ഒക്കെ പിന്നിട്ട് ആണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. വഴി നീളെ ആരതിയും നിറപറയും മഹാദാനവും അന്നദാനവും ഒക്കെയായി ഭക്തർ തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കാൻ കാത്തുനിൽക്കും. തങ്കയങ്കി ഘോഷയാത്രയ്ക്കൊപ്പം തന്നെ മല ചവിട്ടുന്ന നിരവധി പേരുണ്ട്. തങ്കയങ്കി ചാർത്തി അയ്യപ്പനെ കാണാൻ വേണ്ടി ഈ ദിവസം തന്നെ ദർശനത്തിന് തിരഞ്ഞെടുക്കുന്ന, വർഷങ്ങളായ ദർശനത്തിന് തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട്. എന്തായാലും നേരത്തെ 5 മണിയോടുകൂടി ദേവസ്വം അധികൃതർ തങ്കയങ്കിയെ സ്വീകരിക്കാൻ വേണ്ടി പുറപ്പെട്ടിരുന്നു. അതിനുശേഷം കൊടിമര ചുവട്ടിൽ നിന്ന് തങ്കയങ്കി സ്വീകരിച്ച് ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്.